ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയാമൃതത്തെ, അതിൻ്റെ മാധുര്യത്തെ പ്രതിദിനം ഒരു ശ്ലോകം എന്നുള്ള രീതിയിൽ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 107ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 10ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, അർത്ഥം, ശ്ലോകം, വീണ്ടും ഭാഷാഗാനം എന്ന രീതിയിൽ നമുക്കിതിനെ പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. വേദാൻ പുരാണ നിവഹാനപി സർവവിദ്യാ കുർവൻ നിജാനനഗണാചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സ സർഗവൃദ്ധിമപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോ ഭൂൽ. സ അസൗ ചതുരാനന നിജാനനഗണാദ് വേദാൻ പുരാണനിവഹാൻ സർവവിദ്യാ അപി കുർവൻ തേഷു പുത്രേഷു വിനിധായ സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതഃ അഭൂത്. അവിടെ അംഗാനി വേദാശ്ചത്വാരോ മീമാംസാ ന്യായവിസ്തര പുരാണം ധർമ്മശാസ്ത്രശ്ച വിദ്യാ ഹ്യേതാശ്ചതുർദശ എന്ന് പറയുന്നു. ഇവിടെ ചതുരാനനൻ, ഈ നാൻമുഖൻ, തൻ്റെ 4 മുഖങ്ങളിൽ നിന്നും നിജാനന ഗണാത് വേദാൻ,
നാല് മുഖങ്ങളിൽ നിന്ന് വേദങ്ങളെ, പുരാണങ്ങളെ, ഉപപുരാണങ്ങളെ, ഇതിഹാസങ്ങളെ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം തുടങ്ങിയ സകല വിദ്യകളെയും നിർമ്മിച്ച് സർവവിദ്യ അപി കുറുവൻ തേഷു പുത്രാഷു വിനിധായ, അതൊക്കെ തൻ്റെ മക്കൾക്ക് നൽകിയിട്ട്, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, കൃതു തുടങ്ങിയ പുത്രന്മാരുണ്ട്. അവർക്കൊക്കെ ഇതിനെ ഓരോന്നിനെയും ഏൽപ്പിച്ചു. അതേപോലെ സർഗവൃദ്ധിം അപ്രാപ്നുവൻ, സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ടും സൃഷ്ടി വേണ്ടതുപോലെ ആവണില്ല എന്ന് മനസ്സിലായപ്പോൾ തവ പദാംബുജം ആശ്രിതഃ അഭൂത്, അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു. അപ്പൊ ഏതു പ്രവൃത്തിയും വേണ്ടതുപോലെയാവാൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കണം എന്ന് കാണിച്ചു തരികയാണ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ അഭീഷ്ടദായകങ്ങളാകുന്ന പാരിജാതമാണ്, ഭക്ത പാരിജാതമാണ് ഭഗവാൻ. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ, ആ ഭഗവാന്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു എന്നും പറയുന്നു. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. വേദാൻ പുരാണ നിവഹാനപി സർവവിദ്യ കുറുവൻ നിജാനന ഗണാശ്ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സ സർഗവൃദ്ധിമപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോ ഭൂൽ. നാരായണ 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 രാധാ ഗോവിന്ദ. വേദങ്ങളും പുരാണങ്ങൾ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, ജ്യോതിഷാദി വിദ്യകളും നിർമ്മിച്ചു ബ്രഹ്മൻ. അവയെല്ലാം പുത്രന്മാരെ ഏൽപ്പിച്ചല്ലോ നാൻമുഖനും, അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടി. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി സമർപ്പയാമി. സർവം സമർപ്പയാമി. ഹരി ഓം.